നമസ്തേ, എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്ന് കർക്കിടക വാവിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്ന ആ വ്രതാനുഷ്ഠാനത്തിൻ്റെ വ്രതം ആരംഭിക്കുന്ന ദിവസം. ഇന്ന് ഒരിക്കൽ എന്നാണ് പറയുന്നത്. ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ട് ബാക്കി സമയം ജലത്തെ സേവ ചെയ്തുകൊണ്ട് ജലപാനം ചെയ്തുകൊണ്ട് നമ്മൾ ശരീരത്തെ ശുദ്ധീകരിക്കുന്നു. നാളെ പിതൃ നമസ്കാരമാണ് നടക്കുന്നത്. പിതൃബലിയാണ് നടക്കുന്നത്. കർക്കിടക വാവ് ബലി എന്ന് പറഞ്ഞാൽ പിതൃബലി എന്നാണ് പറയുക. അപ്പോൾ മരിച്ചുപോയവർക്ക് വേണ്ടിയിട്ട് മാത്രമാണോ ഈ ബലികർമ്മം? അങ്ങനെയുണ്ടെങ്കിൽ മാതൃക്കൾ മരിച്ചു പോയിട്ടില്ലേ, അമ്മമാർ മരിച്ചു പോയിട്ടില്ലേ, അവരുടെ ബലി അവിടെ നടക്കുന്നില്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് പിതൃബലി എന്ന് മാത്രം പറയുന്നത്? പുരുഷ മേധാവിത്വം കൊണ്ടാണോ അങ്ങനെ പിതൃബലി എന്ന് പറയുന്നത്? അമ്മമാരുടെ കാര്യത്തിൽ മാതൃബലി എന്ന് പറയാറില്ലല്ലോ. എന്താണ് അത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ആരാണ് നമ്മളുടെ പിതൃ? ഇപ്പോൾ നമ്മളുടെ അച്ഛനും അമ്മയും മരിച്ചു പോയിട്ടുള്ള മറ്റു ബന്ധുമിത്രാദികളുടെയോ പൂർവികരുടെയോ ഗുരുനാഥന്മാരുടെയോ മാത്രമുള്ള ഒരു ബലിതർപ്പണമല്ല, അവരുടെ നാളും പേരും പറഞ്ഞ് മാത്രമുള്ള ഒരു ബലിതർപ്പണമല്ല നാളെ നടക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഇതിൻ്റെ പേര് പിതൃബലി എന്നാണ്. അപ്പം നമ്മളുടെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന ആ മൂല പിതൃ ആരാണെന്ന് നമ്മൾ അറിയണം. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ആചാരത്തിനും അനുഷ്ഠാനത്തിനും വേണ്ടി ചൂഷണം ചെയ്യപ്പെടരുത് എന്ന് തന്നെയാണ്. അത് ദേവസ്വം ബോർഡിൻ്റേതായാലും ഏത് പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ വ്യക്തികളുടെ ഇതുപോലെ കാശുണ്ടാക്കുന്ന പ്രസ്ഥാനങ്ങളുടെ പേരിലായാലും. അപ്പോൾ ആരാണ് മൂലപിതൃ, എന്താണ് മൂലപിതൃ എന്ന് നമ്മളുടെ മുന്നിലെത്തുന്ന ആചാര്യന്മാരോട് നമ്മൾ ചോദിക്കാൻ ബാധ്യസ്ഥപ്പെട്ടവരാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മൂലപിതൃ എന്ന് പറഞ്ഞാൽ മഹാവൃക്ഷ പ്രകൃതിയാണ്. ആ മഹാവൈഷ്ണവ ശക്തിയുടെ മഹാവൃക്ഷ പ്രകൃതിയുടെ ആ ഹരിതലോകത്തിൻ്റെ ആ ഹരിയുടെ അവതാരം മാത്രമാണ് നമ്മൾ. ജന്തുലോകം, ചരിക്കുന്ന ജീവലോകം. ആ ചരിക്കുന്ന ജീവലോകത്തിൻ്റെ ഏറ്റവും വലിയ മഹാത്ഭുതമായിരിക്കുന്ന മഹാവൈഭവമായിരിക്കുന്ന മനുഷ്യൻ, മഹാവൃക്ഷ പ്രകൃതിയെപ്പോലെ ലംബമായി ഉദരമുള്ള ആ മഹാവൈഷ്ണവ ശക്തിയുടെ ഏറ്റവും ശ്രേഷ്ഠ ജ്ഞാനാവതാരമായിരിക്കുന്ന മനുഷ്യൻ ഈ പിതൃബലിയെക്കുറിച്ചെങ്കിലും തിരിച്ചറിയുവാനുള്ള ശേഷിയുള്ളവരാവണം. കാരണം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ആചാരത്തിന് വേണ്ടിയിട്ടായാലും ആഹാരത്തിന് വേണ്ടിയിട്ടായാലും എന്തിൻ്റെ പേരിലായാലും എന്തിനു വേണ്ടിയിട്ടാണ് ആ പൈസ മുടക്കുന്നത്? എന്താണ് നമ്മൾ ചെയ്യുന്ന കർമ്മം? ഭാരതത്തിൻ്റേത് ഒരു മതവുമല്ല, ഇതൊരു ശാസ്ത്രചിന്തയാണ്. തിയോളജിയിൽ അധിഷ്ഠിതമായിരിക്കുന്ന ഒരു ആചരണ പദ്ധതിയാണ്. തിയോളജി എന്ന് പറഞ്ഞാലോ പൂർണ്ണമായിട്ടും മുഴുവൻ ശാസ്ത്രങ്ങളുടെയും അടിസ്ഥാന ശാസ്ത്രമാണ്. ആ തിയോളജിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിത രീതിയുടെ മാർഗമായിട്ടുള്ള ഈ പിതൃകർമ്മത്തിന് എന്താണ് പ്രാധാന്യം? എന്താണ് പിതൃകർമ്മം? ആരാണ് പിതൃ? ചരിക്കുന്ന ജീവലോകത്തിൻ്റെ പിതൃസ്ഥാനം അലങ്കരിക്കുന്നത് മഹാവൈഷ്ണവ ശക്തിയാണ്. സർവ്വചരിക്കുന്ന ജീവലോകവും സദാസമയവും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര് തരുന്ന ജീവനാംശമാണ് നമ്മൾ സ്വീകരിക്കുന്നത്? നമ്മളുടെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന മഹാവൃക്ഷ പ്രകൃതിയാണ് നമുക്ക് ജീവനാംശം നൽകുന്നത്. നമുക്ക് ആകെ അറിയാവുന്നത് എന്താണ്? ജീവനാംശം കിട്ടിയില്ലെങ്കിൽ കേസ് കൊടുക്കാനുള്ള കുറച്ച് വകുപ്പ് മാത്രമാണ് ഇന്ന് മനുഷ്യന് അറിയാവുന്നത്. പക്ഷേ നമ്മളുടെ ജന്തുലോകത്തിൻ്റെ ചരിക്കുന്ന ജീവലോകത്തിൻ്റെ മുഴുവൻ ജീവനാംശവും നൽകുന്ന ആ മഹാവൈഷ്ണവ ശക്തിയുടെ വൈഭവത്തിന് വേണ്ടിയിട്ട്, അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള പൂജയാണ് പിതൃബലി, കർക്കിടക വാവ് ബലി. ചരിക്കുന്ന ജീവലോകമായിരിക്കുന്ന, ലക്ഷ്മി ലോകമായിരിക്കുന്ന, ജന്തുലോകമായിരിക്കുന്ന നമ്മളുടെ മുഴുവൻ ജീവനാംശത്തിനും കാരണം ഈ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന വൃക്ഷലോകമാണ്. നമ്മളുടെ ജീവൻ, ശരീരം, ആരോഗ്യം, ആയുസ്, ശ്വാസം, ആഹാരം, നീഹാരം, ഔഷധം, വസ്ത്രം, ജ്ഞാനം, വേദം, ആനന്ദം, വിശ്രമം, സ്വർഗം, ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ സർവ്വതും ആ മഹാവൈഷ്ണവ ശക്തിയുടെ വരമാണ്. അപ്പോൾ നമ്മളുടെ പിതൃസ്ഥാനത്ത്, ജന്തുലോകത്തിൻ്റെ പിതൃസ്ഥാനത്ത് നിൽക്കുന്ന ആ സസ്യലോക പ്രകൃതിയെ, ആ മഹാവൃക്ഷ പ്രകൃതിയെ ആദരിക്കുന്ന ചടങ്ങാണ് കർക്കിടക വാവ്. ജന്തുലോകമായിരിക്കുന്ന ഏറ്റവും ജ്ഞാനിയായിട്ടുള്ള മനുഷ്യനാണ് ആ കർമ്മത്തെ ചെയ്യുന്നത്. സർവ്വജീവലോകത്തിനും വേണ്ടിയിട്ട് ആ പിതൃ നമസ്കാരം ചെയ്യുന്നത്. നമുക്കറിയാം 365 ദിവസത്തെ രണ്ടായനമായിട്ട് പകുത്തിരിക്കുന്നു. അത് കർക്കിടക വാവ് മുതലാണ് ദക്ഷിണായനം. ദക്ഷിണായനം നമ്മൾ കേട്ടിട്ടുണ്ട്, പിതൃക്കളുടെ കാലമാണ് 6 മാസം. ജന്തുലോകത്തിൻ്റെ മാതൃലോകത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്ന രീതിയിലാണ് ഉത്തരായനം കടന്നു പോയതെങ്കിൽ കർക്കിടക മാസത്തിലെ കറുത്തവാവും മുതൽ ദക്ഷിണായനം തുടങ്ങിയാണ്. ദക്ഷിണായനം പിതൃലോകത്തിൻ്റെ ശക്തിയോടെയാണ്, വൃക്ഷലോകത്തിൻ്റെ സസ്യലോകത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്നതിലൂടെയാണ് കടന്നു പോകുന്നത്.
അപ്പോൾ ഈ പ്രപഞ്ചം 2 ചിറകുകൾ വീശി സഞ്ചരിക്കുകയാണ്, ഉത്തരായനവും ദക്ഷിണായനവും. ആ വെളുത്ത ചിറകും ആ കറുത്ത ചിറകും വീശി സഞ്ചരിക്കുന്നത് സസ്യലോകത്തിനും ജന്തുലോകത്തിനും വേണ്ടിയിട്ടാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ പിതൃസ്ഥാനത്ത് കാണുന്ന ആ മഹാവൈഷ്ണവ ശക്തിയെ, നമുക്ക് ജീവനാംശം തരുന്ന ആ മഹാവൃക്ഷ പ്രകൃതിയെ, നമ്മളുടെ പൂർവീകരെന്ന് പറയുമ്പോൾ സർവ്വജീവലോകങ്ങളും മരിച്ചിട്ടുള്ള മൺമറഞ്ഞിട്ടുള്ള സർവ്വജീവലോകങ്ങളുടെയും ശരീരാംശം പേറി നിൽക്കുന്നതാണ് ഈ മഹാവൈഷ്ണവ ശക്തി. ആ വൈകുണ്ഠ ലോകത്താണ്, നമ്മളുടെ കുണ്ഠിതങ്ങളെ മാറ്റുന്ന ആ വൈകുണ്ഠ ലോകത്താണ് നമുക്ക് മുഴുവൻ ജീവനാംശവും നൽകി നമുക്ക് ആശ്രയമാകുന്ന, നമ്മളുടെ സർവ്വ ആശ്രയമായിരിക്കുന്ന, നമ്മളെവിടെയാണ് വിശ്രമിക്കാൻ പോലും ചെന്നിരിക്കുന്നത്? ആ മഹാവൈഷ്ണവ ശക്തിയുടെ മഹാവൃക്ഷ പ്രകൃതിയുടെ ചുവടുകളിലാണ്. അങ്ങനെ നമുക്ക് തണലും താങ്ങും കാവലും കാതലുമായിട്ട് നിൽക്കുന്ന, നമ്മളുടെ മുഴുവൻ ജന്തുലോകത്തിൻ്റെയും പിതൃക്കളുടെ ശരീരാംശം പേറി നിൽക്കുന്ന, കുണ്ഠിതങ്ങളെ അകറ്റുന്ന വൈകുണ്ഠനാഥനായിരിക്കുന്ന ആ മഹാവൈഷ്ണവ ശക്തിയെ നമ്മൾ ജന്തുലോകത്തിൻ്റെ ഏറ്റവും വലിയ നായകത്വമുള്ള മനുഷ്യൻ ആദരിക്കുന്ന ചടങ്ങാണ് ഈ കർക്കിടക മാസത്തിലെ വാവുബലി. ഈ ത്രിലോകരക്ഷകനായിട്ട് നിൽക്കുന്ന, ത്രിലോകനാഥനായിരിക്കുന്ന ഈ വൈകുണ്ഠനാഥൻ എന്ന് പറയുന്ന ഈ വൃക്ഷലോകത്തിൻ്റെ ത്രിലോകവാസികളായിട്ടുള്ള ജീവലോകത്തിന് നല്ല ഭക്ഷണം കൊടുത്തുകൊണ്ട്, അതായത് ആകാശത്തിലും ഭൂമിയിലും ജലത്തിലും ജീവിക്കുന്ന ജീവലോകത്തെ ഊട്ടിപ്പെറുക്കുന്ന ചടങ്ങ് കൂടിയാണ് കർക്കിടക മാസത്തിലെ വാവുബലി എന്ന് പറയുന്നത്. ആ മഹാവൃക്ഷ പ്രകൃതിയുടെ വിഘ്നങ്ങളെ മുഴുവൻ അകറ്റുന്നവരാണ് നമ്മൾ, ജന്തുലോകം. അങ്ങനെയുള്ള വിഘ്നനായകനാണ് മനുഷ്യൻ. എന്താണ് സസ്യലോകത്തിൻ്റെ വിഘ്നം? അവർ ചരിക്കാതെ അചരമായി നിൽക്കുകയാണ്. അവർക്ക് ഒരു ചെടിയിൽ തന്നെ അണ്ടവും ബീജവും ഉണ്ടാകും. പരാഗണം പോലും നടത്തുവാനുള്ള വികാര വിചാര വിദ്വേഷ വിപരീത വൈരാഗ്യങ്ങളൊന്നും അവർക്കില്ല. രതിഗുണമില്ല, സത്വഗുണം മാത്രമേ ഉള്ളൂ അവർക്ക്. അവരുടെ പരാഗണത്തെപ്പോലും നടത്തി കൊടുക്കുന്ന, അവരുടെ മുഴുവൻ വിഘ്നങ്ങളെയും കുത്തിയകറ്റുന്ന ജന്തുലോകത്തിലെ, ത്രിലോകത്തിലെ നിറഞ്ഞു നിൽക്കുന്ന ജീവലോകത്തിന് നല്ല ഭക്ഷണത്തെ കൊടുത്തുകൊണ്ട് ആ മഹാവൈഷ്ണവ ശക്തിയെ ആരാധിക്കുന്ന ചടങ്ങാണ് കർക്കിടക മാസത്തിലെ വാവുബലി. അപ്പോൾ ഈ പ്രകൃതി തന്നെ ധന്വന്തരീഭാവം പൂണ്ട് ഔഷധിയായിട്ട് നിറഞ്ഞ് നമ്മളുടെ തൊടികളിലേക്ക് എത്തി നിൽക്കുന്ന മഹാമോഹിനി ഭാവത്തിൽ നമ്മളെ മോഹിപ്പിക്കുന്ന രൂപത്തിൽ ഔഷധികളായിട്ട് നിറഞ്ഞ് 10 ഇലകൾക്കെല്ലാം ഔഷധം ഏറി ഈ പ്രപഞ്ചം ജന്നിൻ്റെ വൈഭവത്താൽ, അതായത് വിഷ്ണുവിൻ്റെ വൈഭവത്താൽ ഔഷധലോകം തീർക്കുന്ന സമയത്ത് ആ ഔഷധത്തെ സ്വീകരിക്കുന്നതിന് മുമ്പ്, അതായത് നമ്മളുടെ ഇമ്മ്യൂണിറ്റിയെ കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഔഷധിയായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ആ മഹാവൈഷ്ണവ ശക്തിയുടെ കുംഭത്തെ സ്വീകരിക്കുന്നതിന് മുമ്പ് ആ വൃക്ഷലോകത്തെ ആരാധിക്കുന്ന ചടങ്ങ് കൂടിയാണ് കർക്കിടക മാസത്തിലെ വാവുബലി. അപ്പോൾ നമ്മളുടെ പിതൃക്കളെയും നമ്മളുടെ മരിച്ചുപോയ മാതൃക്കളെയും എല്ലാം അവിടെ സ്മരിക്കുന്നത് നല്ലതാണ്. അത് തികഞ്ഞ ശാസ്ത്രീയതയാണ്. കാരണം ഈ മഹാവൃക്ഷ പ്രകൃതിയുടെ ശരീരാംശത്തിലേക്ക് ആവാഹിക്കപ്പെട്ടിരിക്കുന്ന നമ്മളുടെ പിതൃക്കളുടെ മുഴുവൻ ജീവലോകത്തിൻ്റെയും ആ ശരീരാംശത്തെയാണ് വൃക്ഷലോകം പേറി നിൽക്കുന്നത്. ആ വൃക്ഷലോകത്തെ നമ്മൾ ആരായിട്ടാണ് കാണേണ്ടത്? ആ വൃക്ഷലോകത്തെ നമ്മൾ എന്തായിട്ടാണ് കാണേണ്ടത്? നമ്മളെ പിതൃക്കളായിട്ട് തന്നെ കാണണം, പിതൃസ്ഥാനത്ത് തന്നെ കാണണം. അതാണ് ജ്ഞാനിയായിട്ടുള്ള മനുഷ്യൻ ചെയ്യേണ്ടത്. നായകനായിട്ട് വൃക്ഷലോകമില്ലെങ്കിൽ നടിക്കുവാൻ നാരീലോകം, ജന്തുലോകം ഉണ്ടാവില്ല. നമ്മൾ ജന്തുലോകത്തിന്, ചരിക്കുന്ന ജീവലോകത്തിന് നടിക്കുവാൻ കഴിയില്ല. അപ്പോൾ നായകനായിട്ട് ആരുണ്ടാവണം? വൃക്ഷപ്രകൃതി ഉണ്ടാവണം. അതിൻ്റെ തണലിലാണ്, അതിൻ്റെ അസ്തിത്വത്തിൽ മാത്രമാണ് ജന്തുലോകത്തിന് നിലനിൽപ്പുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആ മഹാവൈഷ്ണവ ശക്തിയെ, മഹാവൃക്ഷ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സംരക്ഷണത്തിൻ്റെ പരമമായിട്ടുള്ള അവസ്ഥയിൽ ആരാധിക്കുന്ന ഒരു ശാസ്ത്രചിന്തയാണ് ഇവിടെ നമുക്ക് ആവശ്യം. ആകാശത്തിലും മണ്ണിലും ജലത്തിലുമുള്ള സർവ്വജീവലോകത്തെയും നല്ല ഭക്ഷണം കൊടുത്തു ഊട്ടിപ്പെറുക്കുന്ന, അവരെയെല്ലാം മാനിക്കുന്ന, ബഹുമാനിക്കുന്ന ചടങ്ങുകൂടിയാണ് ഈ കർക്കിടക മാസത്തിലെ വാവുബലി. ഈ ബലിതർപ്പണം നടത്തിയില്ലെങ്കിൽ പിതൃക്കളുടെ ആത്മാക്കൾ നമ്മളെ ശല്യപ്പെടുത്തും. ഈ പിതൃ നമസ്കാരം നമ്മൾ നടത്തിയില്ലെങ്കിൽ നമ്മളുടെ അച്ഛൻ്റെ അമ്മയുടെയും മരിച്ചുപോയവരുടെ എല്ലാ ആത്മാക്കൾ നമ്മളെ ശല്യപ്പെടുത്തും, നമുക്ക് ബാധ കൂടും, ബുദ്ധിമുട്ടിക്കും എന്നൊക്കെയുള്ള ഒരു ഭീഷണിയോട് കൂടിയിട്ടാണ് പലയിടത്തും ഈ ആചരണ പദ്ധതികൾ നടക്കുന്നത്. സസ്യലോകവും ജന്തുലോകവും ചേർന്നുള്ള യുഗ്മസഞ്ചാരമാണ് നമ്മളുടെ ജീവിതം. അപ്പോൾ സസ്യലോകത്തിൻ്റെ ശക്തി വന്യമായി തുടർന്നാൽ മാത്രമേ വന്യജീവികളായിട്ടുള്ള ജീവലോകത്തിനെ, ചരിക്കുന്ന ജീവലോകത്തിനെ ഇവിടെ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ സസ്യലോകത്തിൻ്റെ ശക്തിയെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്
ആ സസ്യലോക പ്രകൃതിയെ ആരാധിക്കുന്ന, അതായത് സംരക്ഷണത്തിൻ്റെ പരമമായിട്ടുള്ള അവസ്ഥയിൽ അറിഞ്ഞ് ആചരിച്ച് ആരാധിക്കുന്ന ഒരു ചടങ്ങാണ് കർക്കിടക വാവുബലി. വർഷകാലം 2 മാസമാണ്. ഋതു മാറി സഞ്ചരിക്കുന്നത് അമാവാസി മുതലാണ്. കർക്കിടകത്തിലെ അമാവാസിക്കാണ് വർഷകാലം, മൺസൂൺ തുടങ്ങുന്നത്. അപ്പോൾ ഇനിയുള്ള 3 ഋതുക്കൾ ദക്ഷിണായനത്തിലാണ് സംഭവിക്കുക. മഹാവൈഷ്ണവ ശക്തിയുടെ വൈഭവത്താലാണ് അത് സംഭവിക്കുക. അപ്പോൾ ആ മഹാവൈഷ്ണവ ശക്തിയുടെ ജീവനാംശത്തെ പേറി വേണം ഈ 3 അവസ്ഥകളെയും നമുക്ക് താണ്ടാനായിട്ട്. വർഷകാല ജന്യരോഗങ്ങളാൽ ശരത്കാലം, ശരത്കാലത്താൽ ഹേമന്തം, ക്ഷീണമായിരിക്കുന്ന അവസ്ഥ. ജന്തുലോകത്തിന് ക്ഷീണമുണ്ടാകുന്ന 3 ഋതുഭാവങ്ങളാണ് ശരത്ത്, ഹേമന്തം, ശിശിരം. അപ്പോൾ ശിശിരത്തെ താണ്ടാൻ മകരമത്സ്യം പോലെ ഹിംസാഭാവത്തിൽ നിൽക്കുന്ന, ജീവനെ ഹിംസിക്കുന്ന മകരമത്സ്യം പോലെ വാപിളർന്ന് നിൽക്കുന്ന അതിശൈത്യത്തെ താണ്ടുന്നതിന് വേണ്ടിയിട്ട് മഹാവൈഷ്ണവ ശക്തിയുടെ ജീവനാംശത്തെ മുഴുവൻ സ്വീകരിച്ചുകൊണ്ട് നമ്മളുടെ ശരീരശക്തിയെ വർദ്ധിപ്പിക്കുന്ന ആചരണ പദ്ധതികളാണ് നമ്മൾ നടത്തുന്നത്. ഹേമന്തകാലത്തെ ഉത്സവങ്ങളായാലുമെല്ലാം. വർഷം തുടങ്ങുന്ന കർക്കിടകത്തിലെ അമാവാസി കഴിഞ്ഞാൽ 3 ഋതുഭാവങ്ങൾ മനുഷ്യനെ ജന്തുലോകത്തിന് പൊതുവെ വളരെ ദോഷം ചെയ്യുന്നതാണ്. ഇനി വരുന്ന 3 ഋതുക്കൾ ഏതൊക്കെയാണത്? ശരത്ത്, ഹേമന്തം, ശിശിരം. ഈ 3ഉം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. വർഷത്തെ തുടർന്നാണ് ശരത്കാലം. മഴക്കാല ജന്യരോഗങ്ങളാലാണ് ശരത്കാലം. ആയുസ് പൊഴിയുന്ന, ധാന്യങ്ങൾ പൊഴിയുന്നത് പോലെ ജീവൻ പൊഴിയുന്ന കാലം. അപ്പോൾ മഴക്കാല ജന്യരോഗങ്ങളാൽ ശരത്കാലം, മരണകാരണമായിരിക്കുന്ന കാലം. ശരത്തെന്ന് പറഞ്ഞാൽ മരണത്തിന് കാരണമായിരിക്കുന്ന ആയുധമാണ്. ആ ശരത്കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ ഹേമന്തം, ക്ഷീണാവസ്ഥ. അപ്പോൾ മഴക്കാല ജന്യരോഗങ്ങളാൽ ഉണ്ടാകുന്ന ശരത്കാലം മരണകാരണമായിരിക്കുന്ന കാലവും രോഗകാരണമായിരിക്കുന്ന അവസ്ഥയും എല്ലാം കൊണ്ട് ജന്തുലോകം ക്ഷീണാവസ്ഥയിലെത്തുന്ന സമയമാണ് ഹേമന്തം, പ്രത്യേകിച്ച് മനുഷ്യർ. ആ ഹേമന്തകാലത്താണ് നമ്മൾ ഉത്സവങ്ങളെല്ലാം ആചരിക്കുന്നത്. ആ 2 മാസം കൊണ്ട് ഉത്സവങ്ങൾ നടക്കും. പടഹാദി ഉത്സവങ്ങളും കൊടിയേറ്റ് ഉത്സവങ്ങളും എല്ലാം നടത്തി ജീവലോകത്തെ, മനുഷ്യലോകത്തെ മുഴുവൻ ഉത്സാഹമാകുന്ന ജീവിതത്തിലേക്ക് കുടിയിരുത്തിയിട്ടാണ് നമ്മൾ ആചരണ പദ്ധതികൾ, ക്ഷേത്രാചരണ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഉത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്തിനാണ്? അടുത്ത് വരാനിരിക്കുന്ന മകരമത്സ്യം പോലെ ഹിംസിക്കാൻ വാപിളർന്ന് നിൽക്കുന്ന അതിശൈത്യത്തിൻ്റെ മാരകമായിട്ടുള്ള ആ ശൈത്യഗുണത്തെ, മകരത്തിൻ്റെ ആ ദോഷഗുണത്തെ അതിജീവിക്കുവാൻ, ശൈത്യത്തിൻ്റെ കാഠിന്യത്തെ താണ്ടുന്നതിന് വേണ്ടിയിട്ട് ഹേമന്തകാലത്ത് ക്ഷീണാവസ്ഥയിൽ നിന്നും ഉത്സാഹിപ്പിച്ച് മകരമത്സ്യത്തിൻ്റെ വായിൽ പെടാതെ നമ്മൾ ജീവിതമാകുന്ന ഉത്സാഹത്തിലേക്ക് കുടിയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്, ആ കടമ്പ ചാടിക്കടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ആചരണ പദ്ധതികളെല്ലാം. അപ്പോൾ അതിന് ആരെ ആശ്രയിക്കണം നമ്മൾ? ആ മഹാവൈഷ്ണവ ശക്തിയുടെ ഈ കർക്കിടക മാസത്തിലെ അമാവാസിക്ക് വെച്ച് നീട്ടുന്ന ആ മഹാകുംഭത്തെ, ആ അമൃത കുംഭത്തെ സ്വീകരിച്ചുകൊണ്ട് വേണം നമ്മൾ ഇനി 3 ഋതുഭാവങ്ങളെ താണ്ടാൻ. അപ്പോൾ അങ്ങനെ താണ്ടി വരുമ്പോഴാണ് നമ്മൾ കുംഭമാസം കഴിയുമ്പോൾ നമ്മൾ വസന്തത്തിലേക്ക് എത്തുന്നത്. സസ്യലോകത്തിനൊപ്പം ജന്തുലോകത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്നത് അപ്പോഴാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഋതു ആചരണ പദ്ധതികളുടെ ഭാഗമായിട്ട് നടക്കുന്ന ഈ മഹാവൃക്ഷ പ്രകൃതിയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, ആചരണത്തിന് വേണ്ടിയിട്ടുള്ള പദ്ധതി മാത്രമാണ് ഇത്. അപ്പോൾ ഇതിനെയെല്ലാം വ്യാവസായികവൽക്കരിച്ചുകൊണ്ട്, ഇതിൻ്റെ എല്ലാ അറിവുകളെ തല്ലിക്കെടുത്തിക്കൊണ്ട് ഏതാനും കുറച്ച് പേരുടെ പോക്കറ്റുകളിലേക്ക് സമ്പത്ത് ഒഴുകിയെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാർഗമായിട്ടാണ് ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള പല സ്ഥാപനങ്ങളും ഈ ആത്മീയതയെ കച്ചവടമാക്കുന്നത്. ഈ അറിവിനെ മറച്ചു വെച്ചുകൊണ്ട് ഇന്ന് നടക്കുന്നത് ഒരു ബലിയാണ്. അടുത്ത വർഷം മുതലെങ്കിലും നിങ്ങൾ ഈ ശാസ്ത്രീയതയിലേക്ക് തിരിച്ചു വരണം. ഇത്ര മനോഹരമായിട്ടുള്ള ആചരണ പദ്ധതിയാണിത്. ഒരാളെയും ആക്ഷേപിച്ചുകൊണ്ടല്ല സംസാരിക്കുന്നത്, പക്ഷേ ഇത് സഹിക്കാവുന്നതിലപ്പുറമാണ്. ശാസ്ത്രീയമാവണം നമ്മളുടെ വിശ്വാസം. ഇല്ലെങ്കിൽ നമ്മൾ ചൂഷണങ്ങൾക്കിരകളായിക്കൊണ്ടിരിക്കും, രാജ്യങ്ങൾ ശിഥിലമായിക്കൊണ്ടേയിരിക്കും. ഇത്തരം ആചരണ പദ്ധതികളെക്കുറിച്ചുള്ള മതചിന്ത, അഭിപ്രായ ചിന്ത നമ്മളെ വിഘടിപ്പിച്ചുകൊണ്ടേയിരിക്കും, നമ്മളെ വിഭജിച്ചുകൊണ്ടേയിരിക്കും. ആത്മീയത എന്നത് തിയോളജിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിത രീതിയാണ്. ദൈവശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിത രീതിയാണ് ആത്മീയത. അപ്പോൾ തിയോളജി എന്താണ്? അൾട്ടിമേറ്റായിട്ടുള്ള
സുപ്രീം ആബ്സല്യൂട്ട് നോളജാണ്. സർവശാസ്ത്രവും തിയോളജിയിലാണ്, ദൈവശാസ്ത്രത്തിലാണ് പ്രതിഷ്ഠിതമായിരിക്കുന്നത്. സർവശാസ്ത്രങ്ങൾക്കും അടിസ്ഥാനമായിട്ടുള്ള തിയോളജിയെ മണ്ണിട്ട് മൂടി അതിൻ്റെ മേലെ എന്താണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. അപ്പോൾ എല്ലാവർക്കും മഹാവൈഷ്ണവ ശക്തിയുടെ ആ ജീവനാംശം പകർന്നു കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട്, മഹാവൃക്ഷപ്രകൃതിയുടെ ജീവനാംശം എല്ലാവരുടെയും ആരോഗ്യത്തെ നിലനിർത്തട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.